ശ്ലോകം 4. ഭഗവാൻ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. എപ്പോഴും. പ്രളയകാലത്ത് ഭഗവാന്റെ ശക്തിയായ മായ ഭഗവാന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഭഗവാനിൽ ലയിച്ചു കിടക്കുകയായിരുന്നു. കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ ഇപ്പോൾ ഭഗവാൻ ഉണർന്നുവോ, കാലമാകുന്ന ആ തോഴി ഭഗവാനെ ഉണർത്തി. അപ്പോൾ ഭഗവാൻ പലതായിത്തീരണം ആ ചിന്ത വന്നു. ആ മായയിൽ പ്രതിബിംബിക്കണു. അപ്പോഴാണ് ഈ കാണുന്നതായ പ്രപഞ്ചമുണ്ടാവുന്നത്. ഭഗവാന്റെ ഒരു ഈക്ഷണം കൊണ്ടാണെന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ഭാഗവതവും അത് തന്നെ. ഈക്ഷണം കൊണ്ട് മായ ഭഗവാനിൽ നിന്ന് മാറി നിന്നു. ഭഗവാൻ ആ മായയിൽ പ്രതിബിംബിച്ചു. ഭഗവാന്റെ ആ പ്രതിബിംബം, ആ പ്രതിഫലനം കൊണ്ട് അവിടെ ഒരു വസ്തു ഉണ്ടാവുന്നു. അതാണ് ബുദ്ധിതത്വം. അപ്പോൾ ആചാര്യന്മാർ മായയുടെ ആദ്യത്തെ കുട്ടി ബുദ്ധിതത്വമാണെന്ന് പറയും. അത് മഹത്തായൊരു തത്വമാണ്. അതുകൊണ്ട് അതിനെ മഹത്തത്വം എന്നും പറയും. ബുദ്ധിതത്വം, മഹത്തത്വം. ആ ബുദ്ധിതത്വം പിന്നീട് മായയുടെ ഗുണത്തിനനുസരിച്ച് മാറ്റം വരികയാണ്. മായയ്ക്ക് സത്വഗുണം, രജോഗുണം, തമോ ഗുണം. അപ്പോൾ ഈ ബുദ്ധിതത്വത്തിൽ ഈ 3 ഗുണങ്ങളും ഉണ്ട്. അതിൽ സത്വഗുണ പ്രാധാന്യമായിട്ട് ഒരു അഹംബോധം വരുന്ന പറയുന്നത്. സത്വഗുണ പ്രാധാന്യമായിട്ടുള്ള ഒരു അഹംബോധം, അതാണ് നിർവികൽപ്പമായ അഹംബോധം എന്ന് പറയും. വികാരങ്ങളില്ലാത്ത, വികല്പങ്ങളില്ലാത്ത ഒരു ബോധം. അതായത് ദേവനെന്നും മനുഷ്യനെന്നും മൃഗങ്ങളെന്നും സസ്യങ്ങളെന്നും ഉള്ള ആ വ്യത്യാസമില്ലാത്ത ഒരു ബോധം. അതിൽ നിന്ന് പിന്നെ സൃഷ്ടികളൊന്നുമില്ല. അപ്പം അതിനെ നിർവികൽപ്പമായ അഹംബോധം എന്ന് പറയും. ആചാര്യന്മാരതിനെ സർവസമഷ്ടി ജീവൻ എന്നാണ് പറയുന്നത്. വൃക്ഷങ്ങളെടുത്താൽ നമ്മൾ ആ വൃക്ഷങ്ങളെല്ലാം കൂടി നിൽക്കുന്നതിന് നമ്മൾ വനം എന്ന് പറയില്ലേ, അതുപോലെ ഒറ്റയ്ക്കാവുമ്പോഴോ വ്യഷ്ടി ഒരു വൃക്ഷം എന്ന് പറയും. അപ്പോൾ സത്വഗുണത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് സർവ സമഷ്ടി ജീവനായിരിക്കുന്ന നിർവികൽപ്പമായ ഒരഹംബോധം ഉണ്ടാവണു. അതിൽ നിന്ന് സൃഷ്ടിയൊന്നുമില്ല. സൃഷ്ടി മുഴുവൻ വേറെ ഒന്നിലാണ്. അതെന്താണ്? അത് തമോ ഗുണ പ്രാധാന്യമുള്ളതാണ്. സത്വഗുണം രജഗുണം ഉണ്ട്, ഇല്ലായല്ല. പക്ഷേ തമോ ഗുണം വർദ്ധിച്ചതായ തമോ ഗുണമുണ്ട്. അതിൽ നിന്ന് സവികല്പമായ അഹന്തത്വം വരികയാണ്. സവികല്പം വേറെ വേറെയാണെന്നുള്ള തോന്നൽ. ദേവന്മാരുണ്ട്, ഉപദേവന്മാരുണ്ട്, മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്, എല്ലാം വേറെ വേറെയാണെന്നുള്ള തോന്നലുള്ള അഹന്തത്വം. ആ അഹന്തത്വത്തിൽ നിന്ന് അത് 3ആയിട്ട് പിരിയണു. സാത്വിക അഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം. സാത്വികാഹങ്കാരത്തിൽ നിന്ന് ജ്ഞാനേന്ദ്രിയ ദേവതകൾ വരും, കർമ്മേന്ദ്രിയ ദേവതകൾ വരും, അന്ധക്കരണ ദേവതകൾ വരും, അന്ധക്കരണത്തിൻ്റെ 4 വൃത്തികൾ വരും. രാജസാഹങ്കാരത്തിൽ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങളും 2 ഉണ്ടാവുള്ളൂ. താമസാഹങ്കാരത്തിൽ നിന്ന്
തന്മാത്രകളും പഞ്ചഭൂതങ്ങളും ഉണ്ടാകും. ഇതാണ് സൃഷ്ടി. അതിൻ്റെ ഒരു ചാർട്ട് ഇതിൻ്റെ അടിയിൽ വയ്ക്കുന്നുണ്ട്. 4-ാമത്തെ ശ്ലോകത്തിൻ്റെ ഒടുവിൽ എങ്ങനെയാണ് ഈ കാണുന്നതായ പ്രപഞ്ചമുണ്ടായത്. ഓരോ കൽപ്പം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ പകലാണ്. അപ്പോൾ കൽപ്പത്തിൻ്റെ ആദിയിൽ, കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ സൃഷ്ടിയുണ്ട്. അത് ഈ വിധത്തിലാണ്. ബ്രഹ്മം തൻ്റെ മായയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നതായ പ്രപഞ്ചവും എല്ലാം എന്ന് കാണിക്കുന്ന ആ ചാർട്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ആ ശ്ലോകത്തിലേക്കൊന്ന് നമുക്ക് നോക്കാം. ത്വം മായായാം പ്രതിബിംബിത. ഭഗവാൻ മായയിൽ പ്രതിബിംബിക്കുന്നു. എന്നിട്ടോ സൃജസി, പലതിനെയും സൃഷ്ടിക്കുന്നു. എന്തൊക്കെയാണ് സൃഷ്ടിക്കുന്നത്? മഹദഹങ്കാര തന്മാത്രഭേദൈഹി. മഹത്തത്വം, അഹങ്കാരതത്വം, തന്മാത്രകൾ മുതലായത്. പിന്നെയോ ഭൂതഗ്രാമേന്ദ്രിയാദീഹി, ഭൂതങ്ങളുടെ കൂട്ടം, പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ കൂട്ടം, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, സകല ജഗത്. അങ്ങനെ ജഗത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഭഗവാൻ സൃഷ്ടിക്കുന്നു. ഇത് ഭഗവാന്റെ ഒരു ലീലയാണ്. അത്രയേ ഉള്ളൂ. വാസ്തവത്തിൽ സൃഷ്ടിയുണ്ടോ? ഇല്ല. ഉള്ള പോലെ തോന്നുന്നു. അതാണ് സ്വപ്ന കൽപ്പം. സ്വപ്നത്തിലെന്ന പോലെയാണ് ആ സൃഷ്ടി ഇതാവുന്നത്. പക്ഷെ സ്വപ്നത്തിലുള്ളത് നമ്മൾ അനുഭവിക്കാറുണ്ടല്ലോ. അതുപോലെ ആ സ്വപ്നത്തിലെ സങ്കല്പങ്ങൾക്ക് അനുസരിച്ച് അതിന് തുല്യമായിട്ടുള്ളതായ സൃഷ്ടികൾ ഭഗവാൻ ചെയ്യുന്നു. അങ്ങനെ ആ കൽപ്പകാലം മുഴുവൻ സൃഷ്ടികൾ നടത്തി ഒടുവിൽ ഭഗവാൻ എല്ലാറ്റിനെയും തന്നിലേക്ക് വലിക്കുകയാണ്. ഭൂയ സംഹൃത്യ സർവം, എല്ലാറ്റിനെയും സംഹരിക്കുകയാണ് തന്നിലേക്ക്. ഇതുപോലെ കമടഹ ഇവ പദാനി, ആമ തൻ്റെ കാലുകൾ വലിക്കുന്ന പോലെ പുറത്തേക്കിട്ടതായ കാലിനെ ആമ ഒരു നിമിഷം കൊണ്ട് നമ്മളറിയാതെ കണ്ട് ഉള്ളിലേക്ക് വലിക്കുന്നു. കമഠ ഇവ പദാനി ആത്മനാകാലശക്തിയ. ഭഗവാൻ ഇവിടെ തൻ്റെ മായയെ കൊണ്ട് കാലശക്തിയാകുന്ന ആത്മാവ് കൊണ്ട്, അതാണ് ഭഗവാൻ തന്നെ കാലശക്തിയായി പരിണമിക്കുകയാണ്. ഏകനായ ഭഗവാൻ ആ സമയത്ത് കാലശക്തിയായി തീർന്നിട്ട് ആ കാലശക്തി എല്ലാറ്റിനെയും തന്നിലേക്ക് വലിക്കുന്നു. ഇതുപോലെ ആമ തൻ്റെ കാലുകളെ വലിക്കുന്ന പോലെ സർവം സംഹൃത്യ, എല്ലാം തൻ്റെ ഉള്ളിലേക്ക് വലിക്കുന്നു. അതാണ് ഒടുവിലെല്ലാം കൂടി പോയിട്ട് ഭഗവാനിൽ പോയി ലയിക്കുന്നു എന്ന് പറയുന്നത്. എന്തൊക്കെ ഉണ്ടായിരുന്നു, എപ്രകാരം ഇത് ഉണ്ടായോ അതുപോലെ തിരിച്ചെല്ലാം ഭഗവാനിലേക്ക് പോകുന്നു. അതാണ് ഭൂമി വെള്ളത്തിലേക്കും, വെള്ളം അഗ്നിയിൽ, അഗ്നി വായുവിൽ, വായു ആകാശത്തിൽ, ആകാശം അഹങ്കാരത്തിൽ, അഹങ്കാരം
മറ്റേ എന്താ പറയുക, ബുദ്ധിതത്വത്തിൽ ബുദ്ധിതത്വം, മായയിൽ മായ ഭഗവാനിൽ. എപ്രകാരം ഇങ്ങോട്ട് വന്നുവോ അതുപോലെ തിരിച്ചങ്ങോട്ട് പോകും. ഇങ്ങോട്ട് വരുന്നതിനെ കൽപ്പമെന്നും അങ്ങോട്ട് പോകുന്നതിനെ പ്രളയമെന്നും പറയും. എല്ലാം ഭഗവാൻ തന്നെ ചെയ്യുന്നുണ്ടോ? ഇല്ല, തോന്നൽ, വെറും തോന്നൽ. എപ്പോൾ ആവശ്യത്തിൽ എല്ലാം ഭഗവാന്റെ ഉള്ളിലേക്ക് പോയോ, അന്ധകാരം ഗംഭീരേ തമസി, ഭയങ്കരമായ അന്ധകാരം ജായമാനേ ഉണ്ടാകുന്നു. പക്ഷെ അപ്പോഴും ഭഗവാൻ വിതിമിരഹ, തിമിരമില്ലാതെ തമസില്ലാതെ കണ്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. തസ്മൈ തേ നമഃ, അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. ബ്രഹ്മം എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ചില സമയങ്ങളിൽ തൻ്റെ മായയിൽ പ്രതിബിംബിച്ച് ഈ കാണുന്നതായ ലോകത്തിനെ സൃഷ്ടിച്ച് ആ സൃഷ്ടിയിലുള്ളതായ ജന്തുക്കൾക്ക് പല തരത്തിലുള്ള ഭ്രമങ്ങളുണ്ടാക്കി ആ ഭ്രമങ്ങൾ കൊണ്ട് അവരെ ഇട്ട് വട്ടം കറക്കി അവരെ വീണ്ടും തന്നിലേക്ക് തന്നെ വലിക്കുന്നു. ഈ കാലയളവിൽ ആര് ഭഗവാനെ ധ്യാനിച്ചതാവണോ അവർക്ക് പിന്നെ ഒരു ജന്മമില്ല. അല്ലാത്തവർ ഭഗവാന്റെ ഉള്ളിലേക്ക് പോയാൽ വീണ്ടും എല്ലാവരും വരുന്നു. വലിയൊരു കാലം ഭഗവാനിൽ പോയി കിടന്ന് ഉറങ്ങണു, അത് കഴിഞ്ഞ് വീണ്ടും അവരെല്ലാവരും വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഏത് കാലത്താണോ ഭഗവാൻ ഈ കാണുന്നതായ ജഗത്തിനെ സൃഷ്ടിക്കുന്നത് ആ സമയത്ത് ഭഗവാൻ മാത്രമാണ് സത്യമെന്ന് മനസ്സിലാക്കി, ആ ഭഗവാൻ എൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഉള്ളിലോട്ട് നമ്മൾ തിരിയണം. നമ്മുടെ ദൃഷ്ടി മുഴുവൻ പുറത്തേക്കാണ്. പുറത്തുള്ള വസ്തുക്കളെ നേടാനും സ്വന്തമാക്കാനുമാണ് നമ്മൾ ഓരോരുത്തരും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ഉള്ളിലുള്ളതായ ആ ആത്മസ്വരൂപനായ ആ ഭഗവാനെ സാക്ഷാത്കരിക്കണം എന്ന് പറഞ്ഞ് ധ്യാനാദികളെ കൊണ്ട് ആദ്യം അന്ധകരണത്തിനെ പരിശുദ്ധമാക്കി, പിന്നെ ധ്യാനാദികളെ കൊണ്ട് ആ തത്വത്തിനെ സാക്ഷാത്കരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു, ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഭഗവാനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. അങ്ങനെ എത്ര വലിയതായ തമസ് അന്ധകാരം വരുമ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ഗുരുവായൂരപ്പനെ, ആ പരമാത്മസ്വരൂപനെ ഞാനിതാ നമസ്കരിക്കുന്നു. തസ്മൈ നമസ്തേ, അങ്ങനെയുള്ള അങ്ങക്ക് നമസ്കാരം.